കച്ചവടമായി. മ്ലാവിനെയാ കിട്ടിയത്. നേരം വൈകില്ലേ, നമുക്ക് വേലുവിന്റെ അവിടെ കൂടാം. അത് വിച്ചേച്ച് വയ്ക്കുന്ന മ്ലാവിറച്ചിയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാ. പീറ്ററേ, നിനക്ക് എപ്പോഴും മാധവി ചേച്ചിയുടെ വിചാരമേ ഉള്ളൂ. നീ പോടാ. നാളത്തെ വേട്ട നമുക്കൊന്ന് ഉഷാറാക്കണം. ഇനി കുറച്ച് വീര്യം ഉൾക്കൊള്ളാം. എന്നാ വേലുചേട്ടനോട് പറ. വേലുചേട്ടാ, മറ്റവൻ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അഞ്ഞെടുത്തേ. പിടിച്ചാട്ടെ. പൊട്ടിച്ചോയ്ക്ക്. നേര് പറയാലോ, കുടിച്ചാൽ എനിക്കൊരു ദൗർബല്യ. പീറ്റർ, ആ പൂതി അങ്ങ് നുള്ളിക്കളഞ്ഞേര്. ഒന്ന് സംഘടിപ്പിച്ചു തായോ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ചേച്ചിക്ക് എന്നോട് ദയ തോന്നിയല്ലോ. ആങ്ങളമാരെ പോലെയുള്ളവര് കൈ പിടിച്ചാൽ പിന്നെന്താ ചെയ്യാ? വരൂ. ഓ, അപ്പൊ നിങ്ങൾ ഇവിടെ കൂട്, ഞങ്ങൾ കൂടി പോട്ടെ. വരട്ടെ. അപ്പൊ ഞാൻ പോട്ടെ. വേലുവിന്റെ ഭാര്യ ഒരു പതിവ്രത അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. ജീവിതത്തിന്റെ അടിസ്ഥാനം സെക്സാണ്. അതൊക്കെ ശരി തന്നെ. സ്ത്രീകൾ മുഴുവൻ വശ്യക്കാരാണ്. അവർക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയൂ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. സ്ത്രീയുടെ കവിളുകൾ എന്തിനെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് അറിയാമോ? ഓ, ഇത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ. ഞാൻ പറയാം. പനിനീരിതൾ കൊണ്ട്. അതൊന്നുമല്ല, പവിഴം കൊണ്ടാ. പച്ചമാംസമുണ്ട്. അതെല്ലാം തെറ്റ്. കളവ് കൊണ്ടാണ് കളവാണികളുടെ കവിളുകളെ ഈശ്വരൻ സൃഷ്ടിച്ചത്. ഒരു സ്ത്രീ കളവ് പറയുന്നില്ലെങ്കിൽ അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. പാമ്പിന് വിഷസഞ്ചിക്ക് തുല്യമായി സ്ത്രീയുടെ കവിളിൽ ഓരോ കളവ് സഞ്ചി ഉണ്ടായിരിക്കും. സ്ത്രീയെ കളവ് പഠിപ്പിച്ചത് പുരുഷൻ തന്നെയാണ്. എന്നാലും സ്ത്രീ സ്വപ്നം പോലെ ഒരു സുഖമാണ്. നിങ്ങളാ പറഞ്ഞത് കവിതയാ. കവിത മറ്റൊരു വഞ്ചനയാണ്. ഞാൻ ഈ ജന്മത്തിൽ ഒരു പെണ്ണിനെ വിശ്വസിക്കില്ല. അങ്ങനെ പറയരുത്. പുരുഷന്മാരെക്കാൾ ശക്തിയായി സ്ഥിരമായി സ്നേഹിക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നിങ്ങൾ ആരാണ്? ഞാനൊരു റിട്ടയർഡ് പോലീസുകാരനാണ്. ഗവൺമെന്റിൽ നിന്ന് പതിച്ചു കിട്ടിയ സ്ഥലത്താണ് താമസം. ഓഹോ. ഞാൻ ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചത് സുൽത്താൻ ബത്തേരി ഔട്ട് പോസ്റ്റിലെ കോൺസ്റ്റബിൾ ആയിട്ടാണ്. സാറേ, നമ്മുടെ പുതിയ പോസ്റ്റാണല്ലോ വരുന്നത്. പയ്യനാണല്ലോടാ, ന്യൂ കമർ ആവും.
ഇന്നലെ വരുമെന്നാണല്ലോ ഉത്തരവ്. ഈ കാടും മലയും കടന്ന് ഞാനായിട്ട് അങ്ങ് എത്തിയത്. ബത്തേരി ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. രാത്രി ഒരു ചായക്കടയിൽ തങ്ങി. പിന്നെ രാവിലെ തുടങ്ങിയുള്ള നടത്താം. എന്നാ താൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോ. ശരി സർ. ഇനിയത്തെ കാര്യങ്ങളെല്ലാം കാണാരം പറഞ്ഞു തരും. തന്നെ പോലെ ചെറുപ്പക്കാരന് കിട്ടിയത് എന്റെ ഭാഗ്യം. താൻ എന്റെ കൂടെ വരൂ. ഈ സ്റ്റേഷൻ ഒന്ന് പരിചയപ്പെടണ്ടേ. തന്റെ ഈ പെട്ടിയും പ്രമാണമല്ല ഇതാ ആ മുറിയിൽ വെച്ചോ. ഇതാണ് കുളിമുറി. താൻ ഈ കസേരയിൽ ഇരിക്കണോ? ഞാൻ പുതിയ ആളാ. ആ, ട്രെയിനിങ് കഴിഞ്ഞുള്ള ആദ്യത്തെ പോസ്റ്റിംഗാ. വലിയ പരിചയമൊന്നുമില്ല. ഇതപ്പോ വലിയ കാര്യം. ഇങ്ങനെ ഒരാൾ വരാൻ കാത്തിരിക്കുക, ലീവ് എടുക്കാൻ. സാറിപ്പോ ലീവ് എടുത്താൽ എനിക്ക് ഉച്ചതിരിഞ്ഞാ തുടങ്ങി ഒരു കുളിര്, ഒരു പനിയും. പിറ്റേ ദിവസം 10 മണിക്കാ ഒരു ശമനം കിട്ടുക. എനിക്കിവിടെ ഒരു പരിചയക്കാരനുണ്ട്. ഫോറസ്റ്റ് ഓഫീസിലെ ക്ലർക്കാ. അയാളെ കാണണമെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താൻ എവിടെ പോയാലും വേണ്ടില്ല. ഇവിടെ എപ്പോഴാ ശവം കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ആ സമയത്ത് ആളുണ്ടാവണം. ആ, ഈ ഫോറസ്റ്റ് ഓഫീസിലെ ഗോവിന്ദൻ നായരെ വീട് ഏതാ? ഇവിടെ നിന്ന് 4ാമത്തെ വളവില. ഗോമതി, നീ വന്നേ. ഈ ആളെ നിനക്ക് മനസ്സിലായോ? ഇയാൾ തന്നെയാ ഞാൻ പറയാറുള്ള അച്യുതൻ. നമ്മുടെ രാവണിക്കുറുപ്പിന്റെ മകനാ. നീ അറിയില്ലേ, നമ്മൾ എത്ര പ്രാവശ്യം അവിടെ പോയിരിക്കുന്നു. ഓ, മനസ്സിലായി. ആള് വലുതാകുമ്പോ മാറിപ്പോന്ന് അറിയുന്നില്ല. ഇരിക്കട്ടോ, ചായ എടുക്കട്ടെ. കുട്ടികളെവിടെ? അവരെ നാട്ടിൽ നിർത്തി പഠിപ്പിക്കുക. മൂത്തവൻ 7ലും ഇളയവൻ 4ലുമാണ്. ഏതായാലും ഞാൻ വൈകുന്നില്ല. ഇപ്പൊ ചാർജ് എടുത്തല്ലേ ഉള്ളൂ. പിന്നെ സ്ഥലമൊക്കെ പരിചയമായല്ലോ. നിനക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയം ഉണ്ടാവില്ല. കുറച്ചിടം വരെ ഞാനും പോരാ. ആ, ഞാൻ പോയി പിന്നെ വരാം. ഞാനിപ്പോ വരാം. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? ആ, താൻ അങ്ങനെ നടക്കല്ലേ. അതൊരു അഗാധ കൊല്ലിയാണ്. അവിടെ ഒരു ബംഗ്ലാവ് കാണുന്നുണ്ടല്ലോ. ഇവിടെയും ഇതുപോലെ പരിഷ്കരിച്ച വീടുകളോ? അതാണ് നരിമലത്തോട്ടം. കൊല്ലങ്ങൾക്ക് മുമ്പ് സായിപ്പ് പണികഴിപ്പിച്ചതാണ് ആ ബംഗ്ലാവ്. സായിപ്പോ? അതേടോ, ചായത്തോട്ടം ഉടമയായ ഒരു യൂറോപ്പിനാണ്. അയാൾ പിന്നീട് നാട്ടിലേക്ക് പോയപ്പോൾ തോട്ടം തന്റെ വെപ്പാട്ടിക്ക് സ്വന്തമായി നൽകി. ഇപ്പോൾ തോട്ടത്തിന്റെ അവകാശം ആ സ്ത്രീയുടെ മകളായ താല എന്ന യുവതിക്കാണ്. അവളൊരു താടകയാണ്. അവളുടെ അനുവാദമില്ലാതെ തോട്ടത്തിൽ കടക്കുന്ന ഏതൊരു ജീവിയെയും അവൾ വെടിവെച്ചു കൊല്ലും. എന്ത്? അങ്ങനെയോ? തനിക്ക് കേൾക്കണോ? ഞാനിവിടെ ജോയിൻ ചെയ്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി.
മുതലാളിയുടെ വിശ്വസ്തനായ പണിക്കാരനാണല്ലോ. പറഞ്ഞിട്ടെന്താ, സമയം തെറ്റിയ ആണുങ്ങൾ ആരായാലും വേലിക്കെട്ടിനകത്ത് കടക്കരുതെന്നാ നിയമം. എന്നിട്ടും ചോദിക്കാനും പറയാനും ആളില്ലെന്നോ? സായിപ്പിനുണ്ടായിരുന്നത്ര പ്രഭാവം ഇന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ അവർക്കുണ്ട്. താല വിവാഹിതയല്ലേ? സമ്പന്നയായ താലയെ വിവാഹം കഴിക്കാൻ പല നാട്ടുപ്രമാണികളും കൊതിച്ചിരുന്നു. എന്നാൽ ഒറ്റ പുരുഷനെയും തന്റെ ബംഗ്ലാവിൽ വരുവാൻ താല അനുവദിച്ചില്ല. ഈ കാണുന്ന വേലിക്കെട്ട് മുഴുവൻ നരിമലത്തോട്ടത്തിന്റെ അതിർത്തിയാണോ? ഈ വേലിക്കെട്ടിന്റെ ഉള്ളിൽ കൂടി കടക്കുകയാണെങ്കിൽ വന്ന വഴിയുടെ പകുതി പോലും ഉണ്ടായില്ല. ഇനി വരണമെന്നില്ല, ഞാൻ തന്നെ എത്തിക്കോളാം. ഞാൻ കുറച്ചു ദൂരം കൂടി വരാം. ഈ വരവത്ര സുഖമായില്ല. അടുത്ത ഞായറാഴ്ച നമുക്കൊന്ന് കൂടണം. താൻ നേരത്തേക്ക് വരണം. ശരി. എന്താടി പെണ്ണെ നീ വന്നേ? നിന്റെ അമ്മ എവിടെ പോയി? നമ്മളാരും വിളിച്ചാ വരാത്ത മാരിക്ക് അച്യുതൻ സാർ വന്നേ പിന്നെ ഒരു കള്ളനോട്ടവും ചിരിയും ഒക്കെ. നമ്മളാരും കാണുന്നില്ലെന്നാ പെണ്ണിന്റെ വിചാരം. പൈപ്പിൽ വെള്ളമില്ലല്ലോ. പുഴയിലേക്ക് പോവാം.
കാറ്റു തൈ 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 നട്ടു തൈ നിറയെ തളിരു വന്നു തളിരുലഞ്ഞു കുടനിവർന്നു കുടവാട്ടം തണലു വന്നു കുളിരാടും തണലു വന്നു എന്തിനാ ഇതൊക്കെ? ഇന്നല്ലേ അച്യുതക്കുറിപ്പ് വരാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ കൂടാമെന്ന് വിചാരിച്ചിരിക്കുക. ഇന്ന് മുടക്കമാണല്ലോ. ഇനി ഇപ്പൊ അയാളെ കൂടെ ചീത്തയാക്കണം. ചെറുപ്പക്കാർക്ക് സൽക്കരിക്കാൻ കണ്ടത്. ഇത് കഴിക്കാത്ത വല്ല ചെറുപ്പക്കാരും ഉണ്ടോ? നീ ആ തീപ്പെട്ടിയും കിടക്ക്. ആ താൻ നേരത്തിന് തന്നെ എത്തിച്ചേർന്നല്ലോ. നമുക്ക് വേഗം തന്നെ പോകണം. ചായ ശരിയായിട്ടുണ്ട്. വേണ്ട കോമതി, അതൊക്കെ അവിടെ ചെന്നിട്ട് മതി. താൻ പോരും. മൂപ്പൻ എന്ന് കുശാലായി. ഈ പോരുന്ന മുത്തനുള്ളതെല്ലാം പിറളിവില മൊത്തം കൊണ്ട് തരൂന്നേ. നല്ല സാധനം. ഇത് ഞാൻ ഇയാളെ കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിച്ച വെടിയിറച്ചിയാ. വെടിയിറച്ചി തനിക്ക് ഇഷ്ടായോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് നല്ല ഷാദുള്ള വെടിയേർച്ചയാ. അല്ലിമല അരളിമല ചുള്ളിമല ചുരുളിമല അല്ലിമല അരളിമല ചുള്ളിമല ചുരുളിമല പുലികളി പുലികള പെരളിമല പുള്ളു പടല പെരളിമല പെരളിമല. എവിടുന്നാണ് ഈ പാട്ടും കൂത്തും? ഇന്ന് പെരളിമല മുത്തപ്പന്റെ തെയ്യം കാണല എല്ലാരും കാണും. അവിടേക്കൊന്ന് പോകാൻ പറ്റുമോ? അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. അല്ലിമല അരളിമല ചുള്ളിമല ചുരുളിമല കൊല്ലികളിൽ പുലി അലറണ പെരളിമല ഉള്ളു പാടണ പെരളിമല പെരളിമല.
അരിമല തോട്ടത്ത് വളവിൽ വെച്ചു വെച്ചാന്ന് നമ്മൾ നിർത്തിന് തോട്ടി കൊന്നു ചോറെ കൂടി ചെറുമാരെല്ലാം കൂടി ശവം കെട്ടിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാന്. ശവം അവിടെ എത്തുമ്പോൾ മാസ്റ്റർ തയ്യാറാക്കാൻ ആളുണ്ടാവില്ല. ഹെഡ് ലീവിലാ. എനിക്കാ ചാർജ്. അയ്യോ, താനീ നേരത്ത് തനിച്ചോ? ഒറ്റയാൻ മലയിറങ്ങി കിടക്കുന്ന സമയമാ. മഴയുടെ ലക്ഷണമുണ്ട്. നല്ല മഴക്കോളുണ്ടല്ലോ. രാത്രി യാത്രയില്ല. താലയുടെ തോട്ടം വഴി കിടന്നാൽ വന്ന വഴിയുടെ പകുതിയല്ലേ ഉള്ളൂ.
താലേ ഞാൻ താലയല്ല. നിങ്ങൾ പേടിക്കണ്ട, ഞാനിവിടെ വഴിതെറ്റി വന്ന ഒരാളാണ്. നിങ്ങൾ ഈ ഗുഹയിൽ എങ്ങനെ വന്നെത്തി? നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരാണെന്ന് എനിക്കൊരു പിടിയില്ല. നിങ്ങൾക്ക് എന്നെ പരിപൂർണമായി വിശ്വസിക്കാം. ഞാനിവിടെ വന്നുപെട്ടത് യാദൃശ്ചികമാണ്. താല ഇപ്പോൾ പോയതേ ഉള്ളൂ. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. അതെ, ഞാൻ ആ വഴിയാണ് വന്നത്. വെറും ഒരു ജിജ്ഞാസ കൊണ്ട് മാത്രം. നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് യാതൊരു വിചാരവുമില്ല. എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ എനിക്കൊരു ഉപദ്രവമാവില്ലെന്ന് ഞാൻ കരുതുന്നു. ഉറപ്പിന് വേണ്ടി പിറളി മുത്തപ്പനെ മനസ്സിൽ വെച്ച് സത്യം ചെയ്യാമോ? തീർച്ചയായും. പിറളി മുത്തപ്പനെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ഇത് ഞാൻ ആരോടും പറയില്ല. ഇതിൽ കൂടുതലൊരു ഉറപ്പ് എനിക്ക് തരുവാനില്ല. ഇനി ഞാൻ പറയാൻ മടിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ഈ പ്രദേശത്തിന്റെ ജന്മിയും സർവാധികാരിയുമായിരുന്ന ഉളൂക്കനമ്പു എന്ന കേൾവിയേറ്റ നാട്ടുപ്രമാണിയുടെ ആനക്കാരനായ കേളുവിന്റെ മകനാണ് ഞാൻ. പേര് ഉദയനൻ. ഇവിടെ ഉദയന, കൊച്ചുകൊന്നിനെ പുറത്തേക്ക് എങ്ങും കൊണ്ടുപോകണ്ട. നമ്മുടെ തൊടിയിലുള്ള പട്ട വെട്ടിയിട്ട് കൊടുത്താൽ മതി. ഇവനൊരു മൃഗമല്ല, മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളവനാ. 2 വർഷം ഇവനിവിടെ ഒക്കെ നടക്കട്ടെ. എന്നിട്ട് മല കയറ്റിയോ ഇറക്കിയോ എന്ത് വേണമെങ്കിലും ആകാം. തമ്പുരാനെ, തമ്പുരാനെ. എന്താ? മല പകർന്നൊരു പുലി വന്നിട്ടുണ്ട്. പലരുടെയും വളർത്തുമൃഗങ്ങൾ അവൻ പിടിച്ചുകൊണ്ട് പോയി. ഇന്ന് കേട്ട വാർത്ത ഒരു പണിയക്കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയെന്നാ. നമ്മുടെ വെടിക്കാരെല്ലാം അവിടെയുണ്ടോ? എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അവനൊന്ന് തപ്പാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ശരി, എങ്കിൽ ഞാനും വരാം. താലേ, ആ തോക്കി എടുത്തോ. അല്ലെങ്കിൽ തോക്ക് ഇവിടെ തന്നെ ഇരിക്കട്ടെ. പുലി എവിടേക്കാ വന്നുവിടുന്നില്ലല്ലോ. പേടിക്കാര് വേണ്ടതുണ്ട്. തമ്പുരാൻ വേണ്ട ഉപദേശം തന്നാ മതി. ശരി, പോവാം. എടാ മോനെ, നമുക്ക് 2 പേർക്കും ഭാഗ്യമുണ്ടടാ. ഇവിടെ നീട്ടിയാന തമ്പരാട്ടിക്കുട്ടിയെ, കുരുമുളക് വിറ്റ പണം കിട്ടിയിട്ടുണ്ട്. ദാ ഇത് വാങ്ങി വെച്ചാട്ടെ. വടക്കേ തോട്ടത്തിലെ മുളക് നുള്ളാറായല്ലോ. ഉവ്വ്, അത് പഴുത്തു കൊഴിയുമ്പോഴേക്കും നുള്ളിയെടുക്കൂ. അതിന് നാളെ തന്നെ ആളെ നിർത്തുന്നുണ്ട്. എന്നാൽ മേലും പോയിക്കോ.
നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വയ്ക്കോ, ഇത് നാളെ ആവും. തൊടിയായ തൊടിയും കാടായ കാടും ചൂടും പരതിയിട്ടും പുലിയുടെ ഒരു രോമം പോലും കിട്ടിയില്ല. എവിടെ പതുങ്ങിയിരിക്കാനാവോ? ഇവിടെ നെട്ടിയാൻ നടക്കാൻ, ഇങ്ങോട്ട് നടക്കാൻ. അകലിക്കൊന്നും പോണ്ടാട്ടോ. പുലി മലയിറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ കിട്ടിയ അവനൊരു കുറിക്കില്ല. എന്റെ മാൻകുട്ടി പുലി പിടിച്ചോണ്ടുപോയി. ഉദയനൻ ഇത്ര ധീരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കൊച്ചു വേഗം വാ. കാട് വെട്ടി തീയിട്ട് ഈ മാസം തന്നെ റബ്ബർ വെക്കണം. കണി കാണിക്കാനാണേ പൂമുഖത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഇങ്ങോട്ട് പോരണോ? എവിടെയായാലും കണി കണി തന്നെ. കൊച്ചു പോന്നാ എണീക്കാൻ. ഉദയന, എനിക്കൊരാശ, ആനപ്പുറത്ത് കയറാൻ. അതിനെന്താ, ഇപ്പോൾ തന്നെ കയറാമല്ലോ. ഇങ്ങോട്ട് എണീക്കാൻ. ഇവിടെ എണീക്കാൻ. ഇവിടെ എണീക്കാൻ. പെട്ടപ്പാ. बेटा
പെട്ടെന്നില്ല വിട്ടെ. ആ ഇനി തമ്പുരാട്ടിക്ക് ആനപ്പുറത്ത് കയറാം. എടാ കൊച്ചുവന്ന നീ ഒന്ന് കുനിഞ്ഞു കൊടുക്ക്. തമ്പുരാട്ടിയാണ് കയറാൻ പോകുന്നത്. നീ വികൃതി ഒന്നും കാണിക്കരുത്, പറഞ്ഞേക്കാം. ഇതെല്ലാം അമ്മാവ് അറിയാഞ്ഞാ മതി. അങ്ങനെയാണ് തമ്പുരാട്ടി കയറണ്ട. പിന്നീട് ഒരു ദിവസം ആകാം. ഈ ഉദയനൻ എന്ത് മണ്ടനാ. ആര് കണ്ടാലും ഈ താലിക്ക് ഒരു ഭയവും ഇല്ല. ആനെ ശരിക്ക് നിർത്തൂ, ഞാൻ കയറട്ടെ. എടാ കൊച്ചുവന്ന നീ ഒന്ന് കുനിഞ്ഞേ. കൈ മടക്കാനെ മടക്കാനെ മടക്കാൻ. ധൈര്യമായിട്ടും കയറിയാ മതി. ആ വട്ടക്കര മുറുക്കെ പിടിച്ചോണം. വിടതില്ല, വിടാ വെക്കാൻ. ആ പേടിക്കണ്ട, കയറിക്കും. ഇനി മുന്നോട്ട് പോകാം. ശരി വിട. നടക്കാനേ മുറുക്കെ പിടിച്ചോണേ. ആ നിർത്ത് നിർത്ത്, ഞാൻ വീണു പോവും. ആനപ്പുറത്തിരിക്കാനുള്ള ആശ ഇത്ര വേഗം തീർന്നോ? ഞാൻ ഇറങ്ങുന്നൊന്നുമില്ല. ഉദയനും കൂടി കയറ്. ഞാനിവിടെ കയറിയ ഒന്നും സംഭവിക്കാൻ പോണില്ല. അവനെ അങ്ങോട്ട് പിടിച്ചേ. എത്ര കാല് ആ തന്നെ. നടക്കട ഇങ്ങോട്ട്. വെച്ചു വന്നാ നമ്മുടെ തമ്പുരാട്ടി കയറിയിരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇപ്പോഴാണ് മലഞ്ചേരികളുടെ ഭംഗി ഞാൻ അറിയുന്നത്. വെച്ചു വന്നാ ഇനി നിന്റെ നടത്തം മതി. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് അടുത്ത കുന്നും അതിന്റെ അടുത്ത കുന്നും കൂടി കയറി ഇറങ്ങണം. അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട കേട്ടോ. നിക്കടാ അവിടെ. കുറച്ചുകൂടെ കഴിക്കൂ കുട്ടി. മതി, എനിക്കൊരു വിശപ്പും തോന്നുന്നില്ല. അമ്മാവനിവിടെ ഇല്ലാത്തോണ്ടാവൂല്ലേ. ഞാൻ ആവശ്യത്തിന് കഴിച്ചല്ലോ മാളൂ. ഒതേനെ ഇവിടെ അടുത്ത് വരുമെന്ന്. ഇരിക്കൂ. ഇതെന്റെ സമ്മാനം, മാൻകുട്ടിയെ രക്ഷിച്ചതിന്. ഇത് പട്ടണത്തിൽ നിന്ന് വന്ന ബന്ധുക്കൾ കൊണ്ടുവന്നതാ. കഴിച്ചോളൂ. ഇനി ഞാൻ പോട്ടെ തമ്പുരാട്ടി. ഒതേനും പോകരുത്. എപ്പോഴും എന്റെ അടുത്തുണ്ടായിരിക്കും. നേരം വളരെ തമ്പുരാട്ടി ചിലപ്പോ വീട്ടിൽ തിരക്കും. എനിക്ക് ആരെയും ഭയമില്ല, ഒന്നിനെയും. ഒതേനൻ അടുത്തുണ്ടായാൽ മാത്രം മതി. പാല് കുടിച്ചിട്ട് കിടന്നാ മതി. കൊച്ചുകൊന്ന കൊച്ചുകൊന്ന കൊച്ചുപോയെന്നാ കൊച്ചുപോയെന്നാ. ആര് വിളിച്ചാലും പോണ്ട. ഇവിടെ നിന്നോ.
കൊച്ചു പോയിന്നാ, എടാ കൊച്ചു പോയിന്നാ. നീ ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പോ വരാം. കൊച്ചു പോയിന്നാ, കൊച്ചു പോയിന്നാ, കൊച്ചു പോയിന്നാ. എടാ മിടുക്ക, നീ എന്നെ കളിപ്പിക്കായിരുന്നല്ലേടാ. ഇപ്പോഴല്ലേ കാര്യം പിടി കിട്ടിയത്. അതെ, ഇനിയും നീ ഇവിടെ വന്നാ ശരിയാവില്ല. വാ, വിട്ടപാടാ, വിട്ടപാടാ. വിടത്തില്ല, വിടന്നില്ല, വിടത്തില്ല. ഇനി ഞാൻ പറയാതെ ഇവിടുന്ന് അനങ്ങലുണ്ടല്ലോ, എന്റെ കഥയും കഴിക്കും. അല്ല, കൊച്ചുകോവിന്ദനെവിടെ? കാണുന്നില്ലല്ലോ. ഇത് നല്ല തമാശയായല്ലോ. തമ്പുരാട്ടി കണ്ടോ? അതെങ്ങനെ ഞാൻ കാണും? എന്നോട് കള്ളം പറയണോ? കണ്ടെങ്കി പറ. ആനെ കാണിച്ചു തരാം. എന്ത് തരും? എന്നെ കൊണ്ട് കഴിയുന്ന എന്തും തരും. ഞാൻ ചോദിക്കുന്നത് തരണം. തരാം. കണ്ടില്ലെങ്കിലോ? ഉദയനം പറയുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാം. ഏറ്റേ? വരൂ. ശരി. എവിടെ അവൻ? ഞാൻ തോറ്റു. എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. ഞാനിപ്പോ എന്ത് ശിക്ഷ തരാനാ? എന്ത് വേണമെങ്കിലും, എത്ര വേണമെങ്കിലും അടിച്ചോളൂ. ഈ താമരപ്പൂൽ എങ്ങനെ അടിക്കുക? ഞാൻ അടിച്ചെന്ന് കൂട്ടിയാ മതി. ഇനി ഞാൻ ആനെ കാണിച്ചു തരാം. കാണിച്ചില്ലെങ്കിൽ ഞാൻ തരുന്ന ശിക്ഷ അനുഭവിക്കണം. തയ്യാർ? കൊച്ചു വന്നല്ലോ. ഇവിടെ കാണുന്നില്ലല്ലോ. തോറ്റിരിക്കുന്നു. ഇനി ശിക്ഷ അനുഭവിച്ചോളൂ. അടിച്ചോ? ശിക്ഷ എന്താണെന്ന് ഞാനാണ് തീർച്ചയാക്കുന്നത്. ശരി, എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. എന്നെ എടുത്ത് ആ പാറക്കെട്ടിൽ കൊണ്ടിരുത്തണം. ഉടനെ. നീ ഞങ്ങൾ രണ്ടുപേരെയും പറ്റിച്ചു. അയ്യോ, നേരം വൈകി. ഞാൻ അവനെ കുളിപ്പിച്ചോണ്ട് വരാം. ഒതേന, ഒരു കാര്യം, മേലിൽ എന്നെ തമ്പുരാട്ടിന്ന് വിളിക്കരുത്. പിന്നെ എന്റെ പേര് വിളിക്കൂ. ഒതേനൻ എന്നെ താല എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് എന്ത് കൊതിയാണെന്നോ. അമ്മുവൻ ഇനി 10 ദിവസം കഴിഞ്ഞേ വരൂ. ആ അവസരം നമുക്കൊരു ഉത്സവമായി കൊണ്ടാടണം. ഒതേനൻ എന്നും ആ പാറപ്പുറത്ത് വരണം. ഞാനവിടെ കാത്തിരിക്കും. ഒതേന, കൊച്ചുവന്നാ കഴിച്ചോടാ, തമ്പരാട്ടി തരുന്നതാ. ആ ഒതേന, എന്താണാവും? ഒതേനൻ ഒരു ദിവസം എന്റെ അടുത്തേക്ക് വരില്ലേ? അതെല്ലാം സ്വപ്നങ്ങൾ മാത്രമാണ് എനിക്ക്. ഒതേനു വേണ്ടി ഞാൻ എടാ ഉദയന, നിന്റെ കണി കാണിക്കൽ കഴിഞ്ഞോ? ഈ ആനക്കാരന്മാരെ ഒന്ന് അധികം അടുപ്പിക്കരുത്. അവയാന
കാര്യസ്ഥം പറയുന്നൊന്നും കാര്യമാക്കണ്ട. അയാൾ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കൊച്ചുകുഴന്തിനെ എവിടെ തളച്ചു? അവനവിടെ പനമ്പട്ടത്ത് നിൽക്കുക. അതൊക്കെ പറഞ്ഞാൽ മതി. ശബ്ദം കേട്ട അവന് ഞോടി വരും. നമ്മൾ തമ്മിലുള്ള സ്നേഹം അവനറിഞ്ഞിട്ടുണ്ട്. സംസാരിക്കാൻ അറിയാമെങ്കിൽ അവനിതെല്ലാം അമ്മാവനോട് പറഞ്ഞു കൊടുത്തേനെ. അയ്യോ, എന്നാൽ എന്റെ കഥ കഴിഞ്ഞത് തന്നെ. നമ്മുടെ എന്ന് പറയൂ. താര എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അത് നോക്കൂ, ആ വള്ളി മരത്തിൽ എന്തിനാണ് പടരുന്നത്? ആ മരത്തിന് ആ വള്ളിയെ താങ്ങാൻ കരുത്തില്ലെങ്കിലോ? രണ്ടും ഒന്നിച്ചു മറിഞ്ഞു വീഴും, ഒന്നിച്ചു നശിക്കും. താല എങ്ങനെ നശിക്കാനുള്ളതല്ല. ഏതെങ്കിലും നല്ല തമ്പുരാൻ താലയെ കെട്ടാൻ വരും. ഒതേന് എന്നെ പരിഹസിക്കാണോ? ഞാൻ പരിഹസിച്ചോ? കാര്യം പറഞ്ഞല്ലേ. ഈ കാട് വിട്ട് ഞാൻ ഒരിടത്തും പോയിട്ടില്ല. പഠിക്കാൻ പോലും അമ്മാവൻ എന്നെ പുറത്ത് പറഞ്ഞയച്ചിട്ടില്ല. എല്ലാം വീട്ടിലിരുന്ന് തന്നെ. ഇനി അമ്മാവൻ നിർബന്ധിച്ചാൽ പോലും ഈ വനപ്രദേശം വിട്ട് ഞാൻ പുറത്തു പോവില്ല. വിവാഹം കഴിഞ്ഞാലും? ഏത് വിവാഹം? താലയ്ക്ക് അമ്മാവൻ നിശ്ചയിക്കുന്ന വിവാഹം. ഉദയനെ ഞാൻ സ്നേഹിക്കുന്നത് വെറും കൗതുകത്തിന് മാത്രമാണോ? അതിലപ്പുറം കരുതാൻ ഒരു ആനക്കാരന് അർഹതയുണ്ടോ? എന്നാലും താല ഉദയനെ മാത്രമേ സ്നേഹിക്കൂ. ഈ കാട്ടിൽ ഉദയനും താലയും മരണം വരെ ഒന്നിച്ച് ജീവിക്കും. താല എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് സത്യമാണ്. സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെണ്ണിന്റെ പ്രതിജ്ഞ. തമ്പുരാൻ അറിഞ്ഞാൽ എന്നെ കൊന്നുകളി. അങ്ങനെ വന്നാൽ താലയുടെ ശവം ആ കുഴിയിലിട്ട് മൂടേണ്ടി വരും. എന്താ കുട്ടി ഇത്? വല്ലാത്തൊരു സ്വപ്നം കണ്ടു. കുറച്ച് വെള്ളം തരും. ഇതാ. ഞാൻ കൊച്ചു വന്നിനെ നോക്കിയിട്ട് ഓടി വരാം കേട്ടോ. തമ്പുരാൻ മടങ്ങി വന്നു. കാര്യത്തിനോട് കൂടെ. അയ്യോ, ഈ വഴിക്ക് തന്നെ ആയിരിക്കും വരിക. നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മാൻ പോയി മറയുന്നവരെ ആ നരിമടയിൽ പോയി വിളിക്കാം. വാ. ഈ മടയിൽ എന്തോ സുഖമായിരിക്കും താമസിക്കാൻ. ഇത് നമ്മുടെ വീടായിരുന്നെങ്കിൽ. താലയെ ഞാൻ പുറത്തിറക്കില്ല. ഭക്ഷണമല്ല ഞാൻ ഇവിടെ കൊണ്ടെത്തിക്കും. താല കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഒരു രാജകുമാരിയായി സുഖമായി ഇവിടെ വാഴും. എന്റെ രാജകുമാരനെ ഞാനങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. താല ഇതുവരെ വന്നില്ലേ? ഞാൻ തൊടിയിലായിരുന്നു. കുറച്ച് ഭൂമി കൂടി പതിച്ചു വാങ്ങണം. അതിന് കോവിലകത്തേക്ക് എനിക്ക് നാളെ പുലർച്ചെ പോകണം. അമ്മാവന് എപ്പോഴും പണത്തിരക്കാണ്. ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സമയമില്ല. എല്ലാം നിനക്ക് വേണ്ടിയാണ്. പിണങ്ങിയോ? മണിക്കൂർ 2 ഇവിടെ ഇങ്ങനെ ഇരുന്ന ഇരിപ്പ്. തമ്പുരാട്ടി ക്ഷമിച്ചാലും നമുക്ക് അരുവിയിലൂടെ നടന്ന് അരുവിയുടെ നിറകേൽ കയറാം. മൂപ്പം പറയാറുണ്ട്, അരുവിയുടെ ഉച്ചിൽ ചെന്നാൽ ശിവനെ കാണാമെന്ന്. വരൂ.
മട്ടരുവി ഒഴുകി വരുന്നത് പാദസരട്ട് കിലുക്കി വരുന്ന ഒരു നർത്തകി പോലെയാണ്. ആ നർത്തകിയാണ് എന്റെ താരം. പ്രേമെന്ന് പറയുന്നത് ഒരു രസം തന്നെയാണ്. സമക്കാരാകുമ്പോഴേ ഒരു രസമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ച് പേടിച്ച്. പ്രേമത്തിന് ലഹരി വേണമെങ്കിൽ കുറച്ച് ധീരതയൊക്കെ വേണം. ലോകത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള പ്രേമമെല്ലാം എതിർപ്പുകളിൽ കൂടി വിജയിച്ചിട്ടുള്ളതാണ്. നമ്മുടേതും അങ്ങനെയുള്ളതാണ്. ആയിരം താലത്തിൽ പൂവും കുറിക്കൂട്ടും ആരെന്റെ താലയ്ക്കായി കൊണ്ടുവന്നു. ആയിരം താലത്തിൽ പൂവും കുറിക്കൂട്ടും ആരെന്റെ താലയ്ക്കായി കൊണ്ടുവന്നു. ആളിമാരോ ദേവദൂതിമാരോ ആരോരും അറിയാതെ മാരൻ താനോ ഈ മാരൻ താനോ. പാരിജാതങ്ങൾക്ക് നീർ കൊടുക്കാൻ ശ്രീ പാർവതിയെ പോലെ വന്നവളെ. പാരിജാതങ്ങൾക്ക് നീർ കൊടുക്കാൻ ശ്രീ പാർവതിയെ പോലെ വന്നവളെ. നിന്നെ കളഭം ചാത്തുവനാതിര പെണ്ണിലാവോടി വന്നു. ഓടി വന്നു ഓടി വന്നു വെണ്ണിലാവോടി വന്നു. ആയിരം താലത്തിൽ പൂവും കുറിക്കൂട്ടും ആരെന്റെ താലയ്ക്കായി കൊണ്ടുവന്നു. ആളിമാരോ ദേവദൂതിമാരോ ആരോരും അറിയാതെ മാരൻ താനോ ഈ മാരൻ താനോ. പഞ്ചാഗ്നിമധ്യത്തിൽ വീണെരിയും സ്നേഹബിന്ദുവിൽ സുസ്മിതമായവളെ. പഞ്ചാഗ്നിമധ്യത്തിൽ വീണെരിയും സ്നേഹബിന്ദുവിൽ സുസ്മിതമായവളെ. തീയോ കുളിരോ നിന്നെ തലോടുന്ന തെന്നലിൽ നീ പകർന്നു. നീ പകർന്നു നീ പകർന്നു തെന്നലിൽ നീ പകർന്നു. ആയിരം താലത്തിൽ പൂവും കുറിക്കൂട്ടും ആരെന്റെ താലയ്ക്കായി കൊണ്ടുവന്നു. ആളിമാരോ ദേവദൂതിമാരോ ആരോരും അറിയാതെ മാരൻ താനോ ഈ മാരൻ താനോ.
കാപ്പിക്കെല്ലാം വളം ചെയ്തോ? ഉവ്വ് പണിയന്മാര് ചെയ്തോണ്ടിരിക്കണു. താലേ ദാ വരുന്നു. മുഴുവൻ രൂപ എത്തിയോ? അവസാനം നുള്ളിയതിന്റെ കിട്ടാനുണ്ട്. കിഴക്ക് പുതുതായി എടുത്ത മലയിൽ റബ്ബർ തൈകൾ വയ്ക്കണം. കൂടുതൽ പണിയന്മാരെ നിർത്തി ഒരാഴ്ചക്കുള്ളിൽ തോട്ടത്തിന്റെ പണി തീർക്കണം. എനിക്ക് നാളെ കോവിലം വരെ ഒന്ന് പോകണം. താമസിക്കൂ. താലേ മാളുവിനോട് വെള്ളം ചൂടാക്കാൻ പറയൂ. എനിക്കൊന്ന് മേല് കഴുകണം. മേനോൻ, എന്തോ എന്താണാവൂ? ഇപ്പൊ പതിച്ചെടുത്ത സ്ഥലത്തെ പണിയന്മാരുടെ കുടിലുകൾ പൊളിച്ചു മാറ്റിയോ? ഞങ്ങൾ ചെന്നിരുന്നു. അവര് മുഴുവൻ സമ്മതിക്കുന്നില്ല. എന്നാലും വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അവരുടെ സംഭവം വേണോ നമുക്ക് തോട്ടം ഉണ്ടാക്കാൻ? അതൊക്കെ പൊളിച്ചെറിയണോ? എന്താ താമസിച്ചത്? അമ്മാവൻ പോകാൻ കാത്തിരിക്കായിരുന്നു ഇങ്ങോട്ട് വരാൻ. നമ്മുടെ ബന്ധം അമ്മാവൻ അറിഞ്ഞാലോ? ആരെതിർത്താലും താല മരണം വരെ ഉദയന്റെ രക്ഷയ്ക്കുണ്ടായിരിക്കും. കളികാരിയാവും, പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ കാട്ടിൽ പാർക്കുവാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങളെയും കിട്ടിയാൽ മരിക്കുന്നത് വരെ ഞാൻ മറ്റൊന്നിനും മോഹിക്കില്ല. അയ്യോ അമ്മാവൻ, നന്ദിയില്ലാത്ത നായേ. ഇന്ന് നിന്റെ അവസാനമാണ്. താലേ ഈ തറവാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെയും നിന്റെയും ആവശ്യമാണ്. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഏത് പ്രതിബന്ധത്തെയും തകർക്കാൻ എനിക്ക് മടിയില്ല. വെറും ഒരു ആനക്കാരനെ അനന്തരവനായി സ്വീകരിക്കാൻ മാത്രം
ഈ ഉളൂക്കരം പൂ തരം താഴ്ന്നിട്ടില്ല. നമുക്കില്ലാത്ത തറവാടിന്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കാനാണെങ്കിൽ അമ്മാവൻ എന്നെയും കൊന്നോളൂ. അല്ലേ, നീ എന്നെ അനുസരിക്കാനല്ല ഭാവമെങ്കിൽ ഓർമ്മയിരിക്കട്ടെ. തമ്പാട്ടി, ഒതനെ കൊല്ലിൽ കഞ്ഞി കിടക്കണം. ഞാൻ അടുത്ത് നോക്കി, ആള് ചത്തിട്ടില്ല. എങ്ങനെയായാലും ഉദയനെ രക്ഷിക്കണം. ആരും അറിയരുത്. നമ്മുടെ തൊടിയുടെ വടക്കേ മൂലയിൽ ഒരു നരിമടയുണ്ടല്ലോ, അവിടെ താനൊന്ന് വൃത്തിയാക്കാം. അതിൽ ഉദയനെ കിടത്താം. ഒരു കാര്യം, ഉദയനും ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരും അറിയരുത്, പ്രത്യേകിച്ച് ഉദയനന്റെ അച്ഛൻ. എല്ലാവരും ഉദയനൻ മരിച്ചെന്നറിഞ്ഞാൽ മതി. ഒതന്നെ വാഴയിലേക്ക് കിടത്തിയേക്കണ്. ഇനി മുഖം ശരിയാക്കാം. ഞാൻ എവിടെയാണ്? 2 ദിവസം കഴിഞ്ഞു ഇവിടെ വന്നിട്ട്. നമ്മളൊന്ന് ഒളിച്ചിരുന്ന നരിമടയാണിത്. ആരാത്? അവനെന്നെ സഹായിക്കാൻ വന്ന പണിയനാണ്. താലേ തമ്പുരാൻ? ഇല്ല, ആരും ഇതറിയാൻ പോകുന്നില്ല.
ഞാൻ താലയാണ്. കണ്ണു മെല്ലെ തുറക്കും. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കാണാറാകും. എനിക്ക് എന്റെ കണ്ണുകൾ കൊണ്ട് തീരെ കാണുവാൻ കഴിയുമെന്ന് തോന്നില്ല. എന്തിനാ തല എന്നെ ഇവിടെ കൊണ്ടുവന്നത്? രക്ഷിക്കാൻ. വേണ്ട വേണ്ട, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ കൊല്ലൂ. വിഷമിക്കാതിരിക്കും, എല്ലാം ഭേദമാകും. താലയ്ക്ക് ഞാനൊരു ഭാരമാവില്ലേ? ഞാൻ മൂലമാണ് ഉദയനൻ ഈ വേദന അനുഭവിക്കുന്നത്. താല എന്നെ വിട്ട് പോകൂ. ഞാൻ മനസ്സിൽ വരച്ച പുരുഷനാണ് ഉദയനൻ. ഞാനിനി ജീവിക്കുന്നത് തന്നെ ഉദയന് വേണ്ടിയാണ്. ഒരു സ്ത്രീക്ക് ഒരാളെ മാത്രമേ എന്നേക്കുമായി സ്നേഹിക്കാൻ കഴിയൂ. താല മരിക്കുന്നത് വരെ ഉദയനും ജീവിക്കും. ഉദയനം കിടക്കും, ഞാൻ വരാം. നദിനോട് വൃത്തിയാക്കിയില്ലേ? ഉവ്വ്, പാറക്കെട്ടിലേക്കുള്ള വഴിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പുറത്തേക്കുള്ള വഴികളെല്ലാം അടച്ചേനെ. ശരി ശരി, ഇനി നീ ഇവിടേക്ക് കിടക്കരുത്. ഒരാളോട് ഈ വിവരം പറയരുത്. ഏൻ ശത്താ കൂടി ഇത് ആരും അറിയില്ല. ഏൻ ഇവിടെ വരില്ല. ഏൻ പോണു. താലേ, ഞാൻ കിഴക്കമ്പലയിലെ തോട്ടത്തിലേക്ക് പോകണമെന്ന് നിനക്കറിയാമല്ലോ. പറഞ്ഞതുപോലെ ചെയ്തേക്കണം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരൂ.
ഒതേന, വായ തുറക്കൂ. ഇത് പാൽക്കഞ്ഞിയാണ്. നല്ല വിശപ്പുണ്ടല്ലോ, കുറച്ചുകൂടി കുടിക്കൂ. അമ്മാവും വരുന്നത് കണ്ട് ഈ ഗുഹയിൽ ഒളിച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ? അതിപ്പോൾ മറിച്ചായല്ലോ. അന്ന് ഒതേനൻ എന്നെ ഈ ഗുഹയിൽ രാജകുമാരിയായി വാഴിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് ഈ ഗുഹയിൽ ഒതേനൻ എന്റെ രാജകുമാരനാണ്. എന്നാണ് പുടവ കൊടുക്കേണ്ടതെന്നറിയാൻ കാണുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ തന്റെ വരവ്. സംഗതി പറയാൻ വിഷമമുള്ളതാണെങ്കിലും പറയാതെ പറ്റില്ലല്ലോ. താലത്തമ്പരാട്ടിയുമായിട്ടുള്ള വിവാഹം നടക്കാൻ പ്രയാസ. താൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞത് ഈ കല്യാണം നടന്ന എനിക്ക് നല്ലതാ, തമ്പുരാന് നല്ലതാണെന്ന്. അതിന്റെ പേരിൽ ഞാൻ താലയെ വന്ന് കണ്ടു, എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു, ഇഷ്ടാണെന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ താൻ തന്നെ വന്ന് പറയണോ ഈ കല്യാണം നടക്കില്ലെന്ന്? ഇതിന്റെ അർത്ഥം എന്താ? തമ്പുരാൻ അപേക്ഷിച്ചു നോക്കി, ശാസിച്ചു നോക്കി, തമ്പുരാട്ടിക്കുട്ടി സമ്മതിക്കണ്ടേ? അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്നെ കണ്ടുള്ളൂ. വർമ്മത്തമ്പുരാനെ മാത്രമല്ല പലരെയും കണ്ടു. ആര് വന്നു പോയാലും തമ്പുരാട്ടിക്കുട്ടിക്ക് ഒരേ പല്ലവേ ഉള്ളൂ. ആനക്കാരൻ ഉദയനന്റെ ഭാര്യയെ മറ്റൊരാൾക്ക് പിടിച്ചു കൊടുക്കില്ലേ അമ്മാവ? ഇത് കേട്ടാൽ തമ്പുരാൻ തളർന്നു പോവും. അവർക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞേക്കൂ. ഞാൻ അന്നും പറഞ്ഞു, ആ കുട്ടി കേട്ടില്ല. ഇപ്പൊ എന്തായി? അവന്റെ മാരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കുട്ടി കഴിയുന്നുണ്ടോ? ഇതിന്റെ പേരിൽ ഉളൂക്കൻ തറവാട് അവകാശങ്ങളില്ലാതെ കുറ്റിയേറ്റുപോയില്ലേ? എല്ലാം ദൈവവിധം, അല്ലാതെ എന്ത് പറയാനാ? ഞാൻ പോണു. ഇനി തിരിച്ച് ബംഗ്ലാവിലേക്ക് പോകുന്നില്ല. ഇവിടെ തലയ്ക്ക് മടുപ്പ് തോന്നുന്നില്ലേ? ഒതേനൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നും എന്നും ഈ താല ഒതേനന്റെ മാത്രമാണ്. മുഹൂർത്തമാണ്. എന്തിന്? നമ്മുടെ വിവാഹത്തിന്. ഒരേന ഈ മാല വാങ്ങും. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതം തന്നെ. ഇപ്പോഴും ഭക്ഷണം കൊണ്ടു തരുന്നത് താല മാത്രമാണോ? മറ്റുള്ളവർ ഇവിടെ വരാറുണ്ടോ? താല മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഈ സംഭവം മറ്റാരും അറിയാൻ താല ഇഷ്ടപ്പെടുന്നില്ല. അതിനൊരു സംഭവം കൂടി പറയാം. ആരാ? ഏനാണ് ഇന്നലെ പെരളിമല മുത്തപ്പന്റെ വീടായിരുന്നു. അത് കാണാനുള്ള എന്റെ ഭാഗ്യമെല്ലാം പോയി. പൊതിയില് പൊരി ഈത്തപ്പഴവും ഉണ്ട് തമ്പ്ര. മുത്തപ്പന്റെ വീടാ, തിന്നു തമ്പ്ര. ഇതെല്ലാം താല അറിഞ്ഞു. ഇന്നലെ ഉദയനെ കാണാമെന്ന പണിയനെ
ഏതായാലും അമ്മാവൻ വരുന്നവരെ കാക്കണ്ട. അമ്മാവൻ കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. ശവം വേഗം കൊണ്ടേ മറവ് ചെയ്യും. ഇനി ഉദയനൻ ഇവിടെയുള്ള കാര്യം എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. അവനിവിടെ വരാൻ പാടില്ലായിരുന്നു. അമ്മാവൻ അറിഞ്ഞാൽ. എന്നാലും അവൻ ഈ ഗുഹയിൽ വരില്ലെന്നെന്റെ കാല് തൊട്ട് സത്യം ചെയ്തതാണ്. എല്ലാം ഉദയന്റെ രക്ഷയ്ക്കെന്ന് കരുതിയാൽ മതി. പടയനെ കൊന്നതിൽ എനിക്കും ദുഃഖമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, വേറൊരു മാർഗമില്ല. തമ്പുരാട്ടിക്കുട്ടി എവിടെയെങ്കിലും കണ്ടോ? ഇല്ല ഏമാനെ. തമ്പുരാൻ നല്ല പനിയോടെയാണ് കിഴക്കമലയിൽ നിന്ന് എത്തിയത്. തമ്പുരാട്ടി കണ്ടാൽ ബംഗാളിലേക്ക് ഉടനെ വരാൻ പറയൂ. ഓ, എന്റെ താലിന്ന് വരാൻ വൈകിയത്? അമ്മാവിന് നല്ല പനിയായിരുന്നു. പിന്നീട് പോളൻ പൊങ്ങി. കറുത്ത വസൂരിയാണ്. കൂടുതലാണോ? നോട്ടുകാർ സംശയമാണ് പറഞ്ഞത്. ഞാൻ പോട്ടെ. ദീനം കലശലാണ്. അമ്മാവൻ മരിച്ചു. എന്റെ താരയും ഒറ്റയ്ക്ക് എങ്ങനെ ബംഗ്ലാവിൽ കഴിയും? എല്ലാം ഒരു വിധിയാണ്. ഉദയനുള്ളപ്പോൾ എനിക്കൊന്നിനും കുറവില്ല. താല്, അമ്മാവൻ മരിച്ചതിന് ശേഷം താലയല്ലേ ബംഗ്ലാവിന് അവകാശി? അപ്പോൾ നിങ്ങളെയും ബംഗ്ലാവിൽ താമസിപ്പിക്കാമായിരുന്നല്ലോ. താല എത്രയോ തവണ എന്നോട് പറഞ്ഞതാണ്. താലേ, നമുക്കിനി ബംഗ്ലാവിലേക്ക് പോവാം. ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങോട്ടില്ല. എന്റെ ഈ മുഖം വെച്ച് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. അവിടെ നമ്മൾ തനിച്ചല്ലേ ഉള്ളൂ. ഞാനല്ലാതെ ആരാണ് ഈ മുഖം കാണാനുള്ളത്? അല്ല താലേ, താലയോടുള്ള അടുപ്പം എനിക്ക് ഗുഹയോടും ഉണ്ട്. എന്നെ ഇവിടുന്ന് പോകാൻ നിർബന്ധിക്കരുത്. ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്കിഷ്ടമല്ല. അത്രമാത്രം ഈ ഗുഹയോട് ഞാൻ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. ചിലപ്പോൾ താല ഇനിയും വരും.
എന്നാ ഞാൻ പോകട്ടെ. എങ്കിൽ ഒരു ശബ്ദം കൂടി ചെയ്തിട്ട് പോകും. ഇനി ഒരിക്കലും ഗുഹയിലേക്ക് വരരുത്. സ്വന്തം ഭാര്യയോട് പോലും ഈ സംഭവം പറയരുത്. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. ഏ? പിന്നീട് എന്ത് സംഭവിച്ചു? ക്ഷമിക്കൂ, ഒരു ബീഡിങ് തരൂ. ഇതാ. അവിടെ നിന്ന് പോന്നതിന് ശേഷം ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ ഔട്ട് പോസ്റ്റിലേക്ക് തന്നെ ഹെഡ് കോൺസ്റ്റബിളായി എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. വയനാട്ടിലേക്ക് പോരുവാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. എങ്കിൽ പോലും താലയുടെ കഥ അറിയാമല്ലോ എന്ന ജിജ്ഞാസയാൽ ഞാൻ ആ മാറ്റം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇരിക്കൂ. നാരായണൻ ഈ സ്റ്റേഷനിൽ എത്ര കൊല്ലമായി? ഒരു 3 കൊല്ലമായി സാറേ. പഠിച്ച പണി 18 എടുത്തിട്ടും ഒരു മാറ്റം അങ്ങ് കിട്ടണ്ടേ? ഇവിടെ അടുത്ത് തന്നെയല്ലേ നരിമലത്തോട്ടം? അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സാറ് അവരെയൊക്കെ അറിയോ? അറിയും. ഒരു 3 കൊല്ലം മുൻപ് ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. നരിമലത്തോട്ടത്തിന്റെ ഭരണം ഇപ്പോഴും താലിച്ചു തന്നെയല്ലേ? അതെ, എനിക്കറിയാവുന്ന ഞാൻ പറയാം. നമ്മുടെ കിഴക്കൻ മലയുടെ ആധാരം. ഇത് ഞാൻ രാവിലെ തന്നെ വക്കീലിനെ ഏൽപ്പിക്കാം. വേണ്ടി വന്നാൽ തമ്പുരാട്ടി പോയി വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്താൽ മതി. നമ്മുടെ കാര്യസ്ഥനല്ലേ പോകുന്നത്? അയാളൊന്ന് പിടിച്ചോളയാ. ഇപ്പൊ വേണ്ട. അല്ല, ഒന്ന് ചോദിക്കുകയും ചെയ്യാലോ. തമ്പുരാനെ ഒന്ന് നിക്കണേ. എന്താ, ആരെങ്കിലും വിളിച്ചാ ഒരു മര്യാദയൊക്കെ വേണ്ടേ? താൻ ആരാ? ഞങ്ങൾ ഇവിടെ കൊള്ളവരാ. എന്താ തനിക്ക് വേണ്ടെന്ന് വെച്ചാ പറയാ. ഇവിടെ പാവങ്ങൾക്കും ജീവിക്കണം. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഇന്നലെ കിഴക്കേ മലയോരത്തെ കുടിലുകളെ കത്തിച്ചു കളഞ്ഞത് തമ്പുരാൻ അറിഞ്ഞില്ലേ? കിഴക്കമ്മല ആരുടെയാണോ? നിങ്ങളുടെ ആണോ? എന്റെ അറിവിൽ ഉളൂക്കൻ അമ്പ് തീരെടുത്ത വകയില. അവിടെ ആദ്യം കെട്ടിയ കുടിലെല്ലാം തമ്പുരാൻ കത്തിച്ചു കളഞ്ഞ. ഇനി അവിടെ കുടില് വന്നാൽ ഇനിയും കത്തും. ഇനിയും കത്തുമല്ലേ? കത്തും. എന്താത്ര സംശയം? ഇവിടെ ഒരു കാര്യം ഓർമ്മ വേണം. ഉളൂക്കൻ അമ്പ് മരിച്ചു. അമ്പുവിന്റെ അനന്തരവൾ എത്ര കേമിയാണെങ്കിലും വേദിക്കേട്ടിനകത്തുനിന്ന് പുറത്ത് കിടക്കാത്തവളാ. തനിക്കായതിന്റെ അല്ലേ ഭവിഷ്യത്ത്? ഇതിലും വലിയവരെ എത്ര കണ്ടിരിക്കണു. ജോസൂട്ടിയോട് കളിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തമ്പുരാട്ടിയോട് പറഞ്ഞേക്ക്. ഇന്നലെ വന്ന് യൗമാരെ പേടിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല. കൊല്ലിനും കൊലയ്ക്ക് അധികാരമുണ്ടായിരുന്ന എന്റെ തമ്പുരാൻ പോയപ്പോ എല്ലാം പോയി. ആർക്കും ആരെയും ഭയമില്ല. തമ്പുരാൻ പോയപ്പോ തമ്പുരാട്ടിക്കുട്ടി എന്നെ ഏൽപ്പിച്ചാ പോയത്. എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. അതിനൊന്നും ഇവിടെ നിയമമുണ്ടോന്നൊന്ന് അറിയണമല്ലോ. കുടിയേറ്റക്കാരുടെ ശല്യം തീരെ സഹിക്കാൻ വയ്യാതെ തമ്പുരാട്ടി പറഞ്ഞേച്ചാണ്. തോട്ടത്തിന്റെ അതിർത്തി കടന്നാണേ അവര് കുടിൽ വെച്ചിരിക്കുന്നത്. അതിന് ഒത്താശയായിട്ട് ചില തോട്ട ഉടമകൾ കൂടി ഉണ്ടെന്ന് അറിഞ്ഞു. ഇനി ശല്യം ചെയ്യാൻ വഴിയില്ലല്ലോ. അവരെ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ടെന്ന് തമ്പുരാട്ടിയോട് പറഞ്ഞേക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വെക്കണോ തീയെ? നമ്മൾ ഇന്നലെ കെട്ടിയ കുടിലുകൾ ആര് തീ വെച്ചു? ആകെ കത്തി എരിയാണ്. ജോസ് കുട്ടിയുടെ വീട് അവർ തകർത്തു കളഞ്ഞു. ആരാണ് ഇത് ചെയ്തത്? അവർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. അവർ ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. ശരി, വേണ. ജോസൂട്ടിയെ ഇനിയും തമ്പുരാട്ടി മനസ്സിലാക്കിയിട്ടില്ല. മുതലാളി വളരെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യാനാണ് പറഞ്ഞത്. ജോസൂട്ടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു.
എല്ലാ കാര്യങ്ങളും മുതലാളി ഏറ്റിട്ടുണ്ട്. ഇതിനൊരു തീരുമാനമെടുത്ത ജോസ് കുട്ടി ഇറങ്ങൂ. നീ അവിടെ പോയി നിൽക്ക്. നീ അവിടെ നിൽക്ക്. നീ ഇവിടെ നിൽക്ക്. ഇന്ന് മുഴുവൻ ഇവിടെയാണ് നമ്മുടെ തമ്പ്. നമ്മളെ അവളെങ്ങാനും കണ്ടുപോയാൽ തോക്കിനിരയായത് തന്നെ. രണ്ടാലൊന്ന് തീരുമാനിക്കണം. നമ്മുടെ നീക്കങ്ങൾ അത്രയും ഭദ്രമായിരിക്കണം. ഇന്ന് മുഴുവനോട് ഇരുന്നാൽ അവളെ കാണാതിരിക്കില്ല. ഈ രാക്ഷസിക്ക് ഉറക്കമില്ല. അങ്ങനെ ഒരാളില്ലടാ. രാത്രി പല സമയത്ത് അവളോട് ഒറ്റയ്ക്ക് നടക്കുന്ന കണ്ടവരുണ്ട്. അത് ആരോ വരുന്നു. എന്നാലും സാറേ, പല രഹസ്യങ്ങളും താലയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. താല മരിച്ചു വീണെടുത്ത് ഭക്ഷണപാത്രവും മറ്റും കിടപ്പുണ്ടായിരുന്നു. അതിന്നും പിടികിട്ടാതെ കിടക്കുന്നു.